എൻ്റെ പേര് ശ്യാം. ഞാൻ ട്രിവാൻഡ്രം ബേസ് ചെയ്താണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് റിലയൻസിൻ്റെ ഒരു NSO അവരുടെ ന്യൂ പ്രോപ്പർട്ടി ട്രെൻഡ്സിലാണ്. ഞാൻ ഈ അമേരിക്കൻ പുള്ളി എനിക്ക് പണ്ട് മുതലേ ഒരു വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ബ്രീഡായിരുന്നു. അങ്ങനെ ഇപ്പോൾ 1.5 വർഷമായി. ഡിസംബർ കോവിഡ് കഴിഞ്ഞ സമയത്ത് അങ്ങനെ നമ്മുടെ ഒരു ഇമ്പോർട്ടഡ് പെറ്റ്സ് മാത്രം വരുന്ന നിയർ ബൈ ഒരു അജീഷ് എന്ന് പറഞ്ഞ ആളുണ്ട്. പുള്ളിയുടെ നിന്ന് വീട്ടിൽ പോയി. അങ്ങനെ 2 ഡോഗ് ഉണ്ടായിരുന്നു, ഒരു മെയിൽ ഒരു ഫീമെയിലും, ഒരു ലൈലാക്കും ഒരു വൈറ്റും ആയിരുന്നു. അങ്ങനെ പുള്ളി അത് രണ്ടും ഡൽഹിയിലോട്ട് കൊടുക്കാൻ വെച്ചിരുന്നതാണ്. കാരണം ഇതിൻ്റെ ഫീമെയിലായ മദറും ഫാദറും വന്നിട്ട് ഇമ്പോർട്ടഡാണ്. അപ്പം പഞ്ചാബ് ബേസ് ചെയ്ത് അവർ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അങ്ങനെ ഇത് ആഗ്രഹം. അപ്പോൾ ഒരു 45 ഡേയ്സ് ഉള്ളപ്പോൾ ഞാൻ എടുത്തത്. അപ്പോൾ തന്നെ നല്ല ഒരു കമ്പാനിയൻ ഡോഗ് പോലെ തോന്നി. കാരണം പുള്ളി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പുള്ളി അവിത്ത് വിട്ടപ്പോൾ തന്നെ ആ ഒരു അഗ്രസീവ് കണ്ടിട്ടാണ് എടുത്തത്. അപ്പം ഇപ്പോൾ ഏകദേശം 1.5 വയസ്സായി. ഇപ്പം ഫസ്റ്റ് മേറ്റ് ചെയ്തു, ഹീറ്റായി മേറ്റ് ചെയ്തു. അതൊരു ഇമ്പോർട്ടഡ് ഡോഗായിട്ടാണ് ചെയ്തത്. പുള്ളി നമ്മൾ വാങ്ങിച്ച സ്ഥലത്ത് തന്നെ അവിടെ കൊണ്ടുപോയി. അപ്പം ഇനിയിപ്പോൾ ഒരു നിയർ ബൈ ആണ്, ഒരു 1 വീക്കും കൂടെ കഴിഞ്ഞാൽ ലിറ്റർ ഓൾമോസ്റ്റ് പപ്പി വരാറായി. അപ്പം ഇപ്പോൾ ഹെൽത്തിയാണ്. അപ്പം എല്ലാവരും പറഞ്ഞ പോലെ ഈ അമേരിക്കൻ പുള്ളി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു അഗ്രസീവ് ബ്രീഡായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ എനിക്ക് 2 മക്കളാണുള്ളത്. മോളിൽ വന്നിട്ട് 8 വയസ്സും മോനും 4 വയസ്സും. അപ്പം വളരെ അവരായിട്ട് ഭയങ്കര കമ്പാനിയനാണ്. അതുമാത്രമല്ല ഇതിന് ഭയങ്കര ക്ലീൻനെസ് ഭയങ്കര ഇതാണ്. അപ്പോൾ ഈവൻ ഞാൻ രാത്രി പുറത്ത് വിടാതിരുന്നാൽ പോലും ആ ഒരു പർട്ടിക്കുലർ ടൈം വരുമ്പോൾ കറക്റ്റായിട്ട് പറയും. അതൊരു ട്രെയിനിങ് മാത്രമല്ല, നമ്മുടെ വീടിനകത്തുള്ള ഒരു ക്ലീനിങ് എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അപ്പം ഈവൻ പുറത്തുനിന്ന് ഒരാൾ വന്നാലും അങ്ങനെ ഒരു അഗ്രസീവ് ഒന്നുമല്ല. പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ പോലും വീട്ടിനകത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻസൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തരുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ ഡോഗിനെ പറ്റി പറയാനുള്ളത്. എൻ്റെ പേര് ഇവ എന്നാണ്. അത് തന്നെ ഒരു പെറ്റ് നെയിമായിട്ട് നമ്മൾ എടുത്തതാണ്. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമേരിക്കൻ പുള്ളി എന്ന ബ്രീഡർ സെൻസിലല്ല, എൻ്റെ ഒരു പേഴ്സണൽ ഒരു ആഗ്രഹം തോന്നിയിട്ട് എടുത്തൊരു ബ്രീഡാണ് ഞാൻ. നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് എനിക്കൊരു ജർമ്മൻ ഷെപ്പേർഡായിരുന്നു. അത് ഇതേപോലെ ഒരു കമ്പാനിയനായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അതിന് ഒരു 12 വയസ്സായപ്പം വീട്ടിൽ തന്നെ അങ്ങനെ ഒരു ഏജിൻ്റെ ഇതിൽ വന്നിട്ട് അതങ്ങ് പോയതാണ്. അതിനുശേഷം പിന്നെ പല ഇതിലും നമ്മൾ ഈ ഇംഗ്ലീഷ് റിട്രയർ, അങ്ങനത്തെ ബുൾഡോഗ് അങ്ങനെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഒരു അഗ്രസീവ് മോഡലായിട്ട് കാണുന്നതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ കോവിഡ് തുടങ്ങുന്ന മുമ്പായിട്ട് ഈ അമേരിക്കൻ പുള്ളി ഭയങ്കര ഫേമസ് ആയി. അപ്പം ഇതിൽ ഒരു 3 വേരിയൻ്റ് ഉണ്ട്, മൈക്രോ ഉണ്ട്, മിനി ഉണ്ട്. അപ്പോൾ മൈക്രോ ഭയങ്കര കുറച്ചും കൂടെ ചെറിയൊരു ബ്രീഡാണ്. അപ്പം മിനി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് അഗ്രസീവായിട്ട് വീട്ടിൽ തന്നെ വിട്ട് വളർത്താം. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഏത് വീട്ടിൽ പോയാലും ഇപ്പം ഒരു ലാസ്റ്റ് 1 ഇയർ ആയിട്ട് അമേരിക്കൻ പുള്ളി പോപ്പുലർ ബ്രാൻഡാണ്. ഈവൻ എനിക്ക് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെ പോയാലും ഈ ഒരു ബ്രീഡിനെ പറ്റി അറിയാം. പിന്നെ ഇതിൻ്റെ ഒരു കേസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇപ്പം ബ്രീഡറിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ബ്രീഡ്സിനെ എല്ലാവർക്കും ഓൾ ഇന്ത്യ പാൻ ഇന്ത്യ എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ഒരു ഹെഡും ബാക്കി ഫ്രണ്ട്, ഇതിൻ്റെ ഷോൾഡർ, ബാക്കി നോക്കുമ്പോൾ തന്നെ ഒരു പ്രോപ്പർ ബ്രീഡാണോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാണ് നമ്മളൊരു അമേരിക്കൻ പുള്ളി എടുത്തത്. പിന്നെ ഭയങ്കര അനുസരണയാണ്. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു സെൻസ് ഉണ്ട് മനസ്സിലാക്കാൻ. ഒരു ബുദ്ധി അതിനനുസരിച്ചുണ്ട്. അതൊക്കെ കൊണ്ടാണ് നമ്മൾ അമേരിക്കൻ പുള്ളി എടുത്തത്. പിന്നെ ഒരു ബ്രീഡിങ് പർപ്പസ് അല്ല, പിന്നെ എല്ലാ ഡോഗിനെയും പോലെ തന്നെ ഒരു ഫീമെയിൽ വീട്ടിലുള്ളപ്പോൾ ഒരു 1.5-2 വയസ്സ് കഴിയുമ്പോൾ ഒരു ഹീറ്റാകുമ്പോൾ ഒരു മേറ്റ് ചെയ്യണം. അപ്പം നല്ലൊരു ബ്രീഡ് നോക്കി അങ്ങനെ ചെയ്യിച്ചതാണ്. എൻ്റെ അടുത്ത് ഞാനിപ്പം 2 ദിവസം ട്രാവൽ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കാണിക്കുന്നത് ആ റിലേഷനും, വീട്ടിലൊരു മോനോ മോളുടെ അടുത്ത് കാണിക്കുന്നത് ആ ഒരു കിഡിൻ്റെ അടുത്തുള്ള അവളും ഒരു കുട്ടിയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ അടുത്ത് കാണിക്കുക. പക്ഷേ എൻ്റെ അടുത്ത് കാണിക്കുമ്പോൾ ഞാൻ കൊണ്ടുവന്ന അന്നു മുതൽ അവളെ പല സ്ഥലങ്ങളിലും ഞാൻ ചൂടാവാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ആ രീതിയിൽ 2 സെൻസിലാണ് കാണിക്കുന്നത്. കാരണം എങ്ങനെയാണോ നമ്മുടെ ആദ്യം കൊണ്ടുവന്ന ഒരു മെയിൻ ആൾ, അതായത് നമ്മുടെ മെയിൻ ആളിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണോ അതേപോലെ ഹാൻഡിൽ ചെയ്യും. കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളെ അതേപോലെ തന്നെ മെയിൻ. അപ്പോൾ 2 സെൻസിൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളത്. പൊതുവേ ഇപ്പോൾ 2 നേരം ഫുഡ് കൊടുക്കാറുള്ളൂ. നമ്മൾ മോർണിംഗിൽ ഒരു 10 o'clock കൊടുക്കാറുണ്ട്, അതിനുശേഷം ഒരു 3 o'clock. ഇപ്പം നമ്മളതിന് ഒരു 4 ടൈംസ് ആയിട്ട് ഒരു 7 മണിക്ക് രാവിലെ കൊടുക്കും. അത് ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കും. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു 11 മണിക്ക്, പിന്നെ ഒരു 3 മണിക്ക്, പിന്നെ രാത്രി 7 മണിക്ക്. അത് നമ്മളിപ്പം ചിക്കൻ കൊടുക്കാറുണ്ട്, കുറച്ച് മീറ്റുണ്ട്, പിന്നെ ഇടയ്ക്ക് ഫിഷ് കൊടുക്കാറുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മളിപ്പം ഇതിന് ഒരു പ്രോട്ടീനും വൈറ്റമിനും വേണ്ടി വൈറ്റമിൻ സി, അങ്ങനെ ഫോളിക്ക്, അങ്ങനത്തെ ഒരു ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ഒരു ഡെലിവറി സമയത്ത് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരാതിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് ഇപ്പം ലാസ്റ്റ് ഒരു 10 days എടുത്തു കഴിഞ്ഞാൽ നമ്മളത് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് ഇൻ്റർവെൽ കൊടുത്തിട്ടാണ് ഫുഡ് ഇപ്പം കൊടുക്കുന്നത്. ആക്ച്വലി നമ്മളൊരു 20 days കഴിഞ്ഞപ്പം ഞാനും എൻ്റെ ബ്രദറും കൂടെ ഡോക്ടറിനെ കൊണ്ടുപോയി കാണിക്കാൻ. കാരണം ഭയങ്കര ഗ്ലൂമി ആയിരുന്നു.
കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആക്ച്വലി മേറ്റ് ചെയ്തത് പ്രോപ്പർ അല്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് എല്ലാവരെയും ഇൻഫർമേഷൻ കിട്ടിയത്. പക്ഷേ ഒരു 20 days കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്യണം, ഇപ്പോഴും അങ്ങനെ പറയാറായിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു 45 days കഴിഞ്ഞപ്പം പുള്ളിക്കാരി കുറച്ചും കൂടെ ഒരു പ്ലസൻ്റായി, ഫുഡ് ഭയങ്കര ഇൻടേക്കായി. അപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നിയിട്ട് പിന്നെ രണ്ടാമത് ഞാൻ സുനിൽ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ലൈവാണ്, ചില അമേരിക്കൻ പുള്ളി ഒരു 25 to 30 days അറിയാൻ പറ്റില്ല. അപ്പം ഇപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ ആക്ച്വലി നമ്മളെ വീട്ടിൽ തന്നെ ഒരു എന്താ പറയുക മൂന്നാമത്തെ ഒരു അംഗം പോലെയാണ്. അപ്പം അത് നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതിനിപ്പം അതുകൊണ്ട് നമ്മൾ വീട്ടിനകത്ത് തന്നെയാണ്. പിന്നെ ചൂടിപ്പോൾ ഉള്ളതുകൊണ്ട് ഇതിന് അങ്ങനത്തെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ കേരളത്തിൽ കുഞ്ഞിലെ കൊണ്ടുവന്നുകൊണ്ട് ഈ നമ്മൾ ഒരു ഇമ്പോർട്ടഡ് ഡോഗിൽ വരുന്ന അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് ഇതുമായിട്ട് അഡ്ജസ്റ്റഡ് ആണ്. പക്ഷേ നമ്മളിപ്പം വീടിനകത്താണ് നമ്മൾ കിട്ടുന്നത്. അങ്ങനെ നമുക്ക് എന്താ പറയുക വീട് വൃത്തികേടാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും പുള്ളിക്കാരിക്കില്ല. അപ്പം അങ്ങനെ നോക്കിയാലും പറഞ്ഞാൽ മനസ്സിലാവും. ഈവൻ നമ്മളിപ്പം ലീഷ് ആക്ച്വലി ഒരു സിൽവർ ചെയിനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് മോളെടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ മോളുടെ തന്നെ ബ്രാൻഡ് വേദനയ്ക്കായിരിക്കാൻ വേണ്ടി ബാൻഡ് മാത്രമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇട്ടില്ലെങ്കിൽ പോലും പുള്ളിക്കാരി ഒരിടത്തും പോവില്ല. ഇപ്പം സ്റ്റെപ്പ് ഇറങ്ങണമെങ്കിൽ പോലും പുള്ളിക്കാരിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങുള്ളൂ. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവ രാവിലെ 5 മണിയാകുമ്പോൾ നമ്മൾ തന്നെ നമുക്ക് ടെറസുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ പുറത്താണെങ്കിൽ പുള്ളിക്കാരി ഡോർ ലോൺ തട്ടും. അപ്പം വൈഫ് ഒരു 5:30, 6 o'clock ആകുമ്പം എണീക്കാറുണ്ട്. ആ ടൈമിൽ നോർമലി നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാറുണ്ട്. ലൈറ്റ് ചൂടുവെള്ളം പുള്ളിക്കാരി കൊടുക്കാറുണ്ട്. അതിനുശേഷം പുള്ളി വീട്ടിനകത്ത് തന്നെയാണ്. അതിനുശേഷം ബാക്കിയുള്ള ഫുഡൊക്കെ വരാൻ നേരത്ത് പുറത്തോട്ട് പോകും. അപ്പോൾ നമുക്ക് അവിടെ സെപ്പറേറ്റ് നമുക്ക് ഒരു പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ കൊടുത്താലേ അത് കഴിക്കുള്ളൂ. അപ്പോൾ അതിൽ തന്നെ വെച്ച് കൊടുക്കും, ഫുഡ് കഴിക്കും. അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ലാബാണുള്ളത്. പുള്ളിക്കാരെ കണ്ട പുള്ളിക്കാരെ അടുത്ത് പോകും. രണ്ടുപേരും അങ്ങനെ അഗ്രസീവ് പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ ഈ ഒരു ടൈം ആയതുകൊണ്ട് ഇപ്പം കണ്ടാലും പുള്ളി കൂടെ പോകും. വീട്ടിൽ അങ്ങനത്തെ പോലെ തന്നെ, അതാണ് വീടിനകത്ത് തന്നെ നമ്മൾ ഇട്ടിരിക്കുന്നത്. ഈവൻ എൻ്റെ 4 വയസ്സുള്ള മോൻ്റെ അടുത്ത് ആണെങ്കിൽ പോലും പുള്ളിക്കാരി വളരെ കൂളാണ്. അങ്ങനെ പ്രശ്നങ്ങൾ കാര്യമില്ല. പിന്നെ അഗ്രസീവായിട്ട് അങ്ങനെ ബാർക്കിംഗ് ഒന്നും ഇല്ല. പിന്നെ പുള്ളിക്കാരിക്ക് വീട്ടിലോട്ട് ആരും കയറി വന്നു കഴിഞ്ഞാൽ പുള്ളി ബാർക്ക് ചെയ്യും. അതും നമ്മളെ അറിയിക്കാൻ വേണ്ടി ബാർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വാളിറ്റിയൊക്കെ ഉള്ളതാണ്. ടെൻഷൻ റിലീവ് പോലെ നമ്മുടെ ഇപ്പോൾ ഒരു വർക്ക് കൾച്ചറൊക്കെ വെച്ചിട്ട് നമ്മൾ വീട്ടിൽ വൈകിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ 2 days വരുമ്പോൾ പുള്ളിക്കാരിയെ കാണുമ്പോൾ നമ്മൾ കുട്ടികളായിട്ട് കളിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ് റിലീഫാണ്. നമ്മൾ വീട്ടിലൊരു പെറ്റ് എൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കോർപ്പറേറ്റ് കൾച്ചറിൽ ഒരു വർക്ക് ചെയ്യുന്നതാണ്. ഒരു പെറ്റ് വീട്ടിൽ ഇപ്പോഴും ഒരു സ്ട്രെസ് ഫ്രീ ആണ്. അത് നമ്മൾ അത്രയും നമുക്ക് ഫ്രം ദ ഹാർട്ട് നമ്മൾ അങ്ങനെ ആഗ്രഹിച്ച് വാങ്ങിക്കുന്നതാണെങ്കിൽ, ഇപ്പം വേറൊരാളുടെ ആഗ്രഹത്തിന് പുറത്ത് വാങ്ങിക്കുന്നതും അല്ലാതെ അല്ലാതെ വാങ്ങിക്കുന്ന പറ്റിയാണ്. കാരണം നമ്മുടെ വീട്ടിലെ ഫാമിലിയിൽ 4 പേരുണ്ട്. 4 പേരും ഒരേപോലെയാണ് പെറ്റിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കാണുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ് റിലീഫാണ്. അവളുടെ കളിയും ബാക്കി കാര്യങ്ങളും എല്ലാം ഒരു സ്ട്രെസ് റിലീഫാണ്.